എവ്രിവൺ, നമസ്കാരം. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ മോട്ടോർ സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ശങ്കർ മഹാദേവൻ സാറിൻ്റെ മാൽഗുഡീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടോർ സിറ്റിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നില്ലേ, അവിടെ അതിൻ്റെ ഉള്ളിലുള്ള മോളിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അബുദാബിയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൻ്റെ തിരക്ക് നല്ല പോലെയുണ്ട്. മാൽഗുഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ആ ഒരു സൗത്ത് ഇന്ത്യൻ ഫ്യൂഷൻ ലെവലിലേക്കാണ് അവരത് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കാറുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടാറില്ല അവനില്ലാതെ പോകുന്ന സമയത്ത്. നമ്മൾ 2 മണിക്കൂറാണ് കാത്തു നിന്നത്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. മേ ബി ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിൻ്റെ പുള്ളായിരിക്കാൻ സാധ്യതയുണ്ട്. ഇൻറ്റീരിയേഴ്സൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനേ അല്ലാട്ടുള്ളൂ. ഇത് ഞങ്ങളുടെ താല്പര്യം കൊണ്ട് ഞങ്ങൾ മനു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ദ മെനു ഇസ് അമേസിങ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്യൂഷൻ സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ബട്ടർ ഗാർലിക് ചെസ്നട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്യൂഷനിൽ വെൺ പൊങ്കൽ അരാഞ്ചിനി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇറ്റാലിയൻ ഫ്ലേവറിൽ വരുന്ന ഒരു സംഭവം. പിന്നെ ചീസ് ബോൾസ് വാങ്ങി, പിന്നെ പൊടി എഡിമാമെ, പിന്നെ അവരുടെ സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള ബെനെ ദോസ. അതിൽ നമ്മൾ മസാലയോ പൊടിയോ ഒന്നും അല്ല വാങ്ങിയത്, പ്ലെയിനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സെർവ്ഡ് വിത്ത് ചട്നി ആൻഡ് സാമ്പാർ. ഇത് വന്നിട്ട് മാൽഗുഡി അവരുടെ ഫേമസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആന്ധ്ര പനീർ ആൻഡ് അലോങ് വിത്ത് നമ്മുടെ നീർദോസ. വാട്ടർ ചെസ്നട്ട്സ് നമ്മൾ 2 പ്രാവശ്യം വാങ്ങി. ഇറ്റ് ഈസ് എ മസ്റ്റ് ട്രൈ നിങ്ങൾ മാൽഗുഡി പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. വെൺപൊങ്കൽ അരാഞ്ചിനി അതിൻ്റെ കൂടെ സെർവ് ചെയ്തിരിക്കുന്ന സോസ് നന്നായിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അരാഞ്ചിനീസ് എല്ലാം തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ആണ് അത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. എനിക്കിഷ്ടമായില്ല. പക്ഷേ ചീസ് ബോൾസ് അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർ സെർവ് ചെയ്തിരിക്കുന്നത് ഇഞ്ചിപ്പുളിയുടെ കൂടെയാണ്. ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫ്യൂഷനാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. സോ എനിക്ക് അത് ഇഷ്ടമായി. പിന്നെ ബെനെ ദോസ പറയേ വേണ്ട, ദേ ആർ വെരി ഫേമസ് ഫോർ ദാറ്റ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഫ്യൂഷൻ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ദോശ, ഇഡ്ഡലി, വടയൊക്കെ എല്ലാവിടെയും നമ്മൾ കഴിക്കും. ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫ്യൂഷൻ സൂപ്പറാണ്. ആൻഡ് ബെനെ ദോസ ഔട്ട് ഓഫ് ദ വേൾഡ്. പിന്നെ ഇവരുടെ ജ്യൂസിൻ്റെ ആ ഒരു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗുവാവ, അതേമാതിരി തന്നെ പൊമോഗ്രാനറ്റ് ആൻഡ് എന്താണ് പറയുക മിൻറ്റ് എല്ലാം കൂടിയിട്ടിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഡ്രിങ്ക്. എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്ത അടുത്തൊരു സംഭവം വെൺപൊങ്കൽ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. അടുത്തൊരു സംഭവം നീർദോസ വിത്ത് ആന്ധ്ര പനീർ. മുളക് പൊടി കെന്തിയിട്ട് ഭയങ്കര മുളക് പൊടിയായിരുന്നു, ആ പച്ചമണം മാറിയിട്ടില്ല. നെക്സ്റ്റ് നമുക്കിഷ്ടമായത് 2 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇളനീർ പായസം ആൻഡ് വാട്ടർ ചെസ്നട്ട് ഇസ് എ മസ്റ്റ് ട്രൈ. പിന്നെ ഉള്ളത് ഇത് വന്നിട്ട് നമ്മുടെ ഫിൽറ്റർ കോഫി പാനക്കോട്ടയായിരുന്നു. ഫിൽറ്റർ കോഫി പാനക്കോട്ട ഞാൻ കഴിച്ചില്ല, ബിക്കോസ് ഞാൻ കാപ്പി കുടിക്കാത്ത ഒരാളാണ്. അപ്പോൾ കാപ്പി ഇഷ്ടപ്പെടുന്ന ഒരുത്തന് വേറെ ഒന്നും പറയാനില്ല. അവൻ എന്ത് കൊടുത്താലും ഇഷ്ടമാണ്, വെറുതെ കാപ്പി കൊടുത്താലും ഇഷ്ടമാണ്. മനു വാസ് ഓക്കെ അത്രയേ ഉള്ളൂ. ആശാൻ ഫിൽറ്റർ കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിൽറ്റർ കോഫിയിൽ എനിക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫിൽറ്റർ കോഫിയൊക്കെ ആറ്റുന്ന സമയത്ത് നല്ല മണം വരും. ആ ഒരു മണം ഉണ്ടായിരുന്നില്ല. മേ ബി ആ ചിക്കറി ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മണം വരുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഓവറോൾ ഇറ്റ് ഈസ് ഗുഡ്. ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കൂ.